നമസ്കാരം. ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. തൊഴിയൂരിലെ മദ്രസാധ്യാപകന്റെ ബൈക്ക് മോഷ്ടിച്ച് നമ്പർ പ്ലേറ്റ് മാറ്റി ഉപയോഗിച്ചു വന്നിരുന്ന യുവാവിനെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. മന്നലാങ്കുന്ന് അല്ലമീൻ റോഡിൽ വാഴപ്പള്ളി വീട്ടിൽ 25 വയസ്സുള്ള നബീലിനെയാണ് ഗുരുവായൂർ സ്റ്റേഷൻ SHO ജിൻസൺ ഡൊമിനിക്കിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ജൂൺ 26-ന് പുലർച്ചെ തൊഴിയൂർ മദ്രസയ്ക്ക് മുൻവശത്ത് പാർക്ക് ചെയ്തിരുന്ന മലപ്പുറം സ്വദേശിയായ മദ്രസാധ്യാപകന്റെ ബൈക്കാണ് മോഷ്ടിച്ചത്. 45ഓളം CCTV ക്യാമറകളും മറ്റും കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. സബ് ഇൻസ്പെക്ടർ മഹേഷ്, ASI വിപിൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കൃഷ്ണപ്രസാദ്, സിവിൽ പോലീസ് ഓഫീസർ ജോസ് പോൾ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. കേരളത്തെ വെന്റിലേറ്ററിലാക്കിയ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഗുരുവായൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. കൈരളി ജംഗ്ഷനിൽ നിന്നാരംഭിച്ച പ്രകടനം നഗരം ചുറ്റി കൈരളി ജംഗ്ഷനിൽ സമാപിച്ചു. മണ്ഡലം പ്രസിഡന്റ് OKR മണികണ്ഠൻ, അരവിന്ദൻ പല്ലത്ത്, CS സൂരജ്, ബാലൻ വാർനാട്ട്, ശൈലജ ദേവൻ, ഷാജൻ തരങ്ങിണി, രതീഷ് ബാബു എന്നിവർ നേതൃത്വം നൽകി. കടലാക്രമണത്തിൽ വീടും വസ്തുവകകളും നഷ്ടപ്പെട്ട് പരാതി പറയാനെത്തിയ മത്സ്യത്തൊഴിലാളികളെ താടിവെച്ച ഗുണ്ടകൾ എന്നധിക്ഷേപിച്ച ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും മന്ത്രിയുടെ കോലം കത്തിക്കലും നടത്തി. ബ്ലാങ്ങാട് ബീച്ചിൽ നടന്ന പരിപാടി മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് AM അലാവുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ പ്രസിഡന്റ് CV സുരേന്ദ്രൻ മരക്കാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി KD വീരമണി മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി C മുസ്താഖലി, H ഷാജഹാൻ, തൃശൂർ ജില്ലാ ഭാരവാഹികളായ KK വേഡുരാജ്, നളിനാക്ഷൻ ഇരട്ടപ്പുഴ, CS രമണൻ, TM പരീദ്, മാലിക്കുളം അബു, PK കബീർ എന്നിവർ സംസാരിച്ചു. വേലൂർ ഗ്രാമപഞ്ചായത്ത് MCF പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കുന്നംകുളം MLA AC മൊയ്തീൻ നിർവഹിച്ചു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷത വഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് മുഖ്യാതിഥിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷൈന റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ CF ജോയ്, ഷേർലി ദിലീപ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സപ്ന റഷീദ്, മെമ്പർമാരായ വിമല നാരായണൻ, ശുഭ അനിൽകുമാർ, ബിന്ദു ശർമ്മ, ആരിഫ സാബിർ, രേഷ്മ സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 10 ലക്ഷം രൂപ ഉൾപ്പെടെ 43 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ സംഭവത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കുന്നംകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് PI തോമസ്, ബിജോയ് ബാബു, CK ബാബു, വിനോജ്, മിഷ സെബാസ്റ്റ്യൻ, മിനി മോൺസി തുടങ്ങിയവർ നേതൃത്വം നൽകി. കോൺഗ്രസ് പൂക്കോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ K കരുണാകരന്റെ ജന്മദിനം ആചരിച്ചു. തമ്പുരാൻപടി കോൺഗ്രസ് ഭവനിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. ആൻഡോ തോമസിന്റെ അധ്യക്ഷതയിൽ സേവാദൾ ജില്ലാ സെക്രട്ടറി VM അഷ്റഫ് യോഗം ഉദ്ഘാടനം ചെയ്തു. ജലീൽ പൂക്കോട്, TA ഷാജി, സാബു ചൊവ്വലൂർ, AS ശ്രീനിവാസൻ, ബഷീർ പൂക്കോട്, VK വിമൽ, ജോൺസൺ ചൊവ്വലൂർ, റാബിയ ജലീൽ എന്നിവർ സംസാരിച്ചു. കൗൺസിലർ ജീഷ്മ സുജിത് സ്വാഗതവും P സത്താർ നന്ദിയും പറഞ്ഞു. പെരിങ്ങണ്ടൂർ ADUP സ്കൂളിൽ ലഹരിവിരുദ്ധ വാരാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ സെമിനാർ നടത്തി. 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു സെമിനാർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാനാധ്യാപിക KN സതീദേവി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അധ്യാപകരായ KN ജ്യോതി, നിഷ എന്നിവർ പ്രസംഗിച്ചു. സെമിനാറിനു ശേഷം വിദ്യാർത്ഥികൾ പേനയും പുസ്തകവും ഉയർത്തിപ്പിടിച്ച് എഴുത്തും വായനയും ശീലമാക്കി ലഹരിയെ തടയുമെന്ന് ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. വിദ്യാർത്ഥികളായ ശ്രീനന്ദ, അമൃത ബാലൻ എന്നിവർ നേതൃത്വം നൽകി. ഇതോടെ ന്യൂസ് അറ്റ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.